Please like and subscribe. ബാംഗ്ലൂർ ടു ഹംപി മോർണിംഗ് ബാംഗ്ലൂരിന്റെ കുറച്ച് കാഴ്ചകളാണ്. ഹായ്, താമസിക്കുന്ന റിസോർട്ടിൻ്റെ ഒരു ആംബിയൻസ് കിടന്ന റിസോർട്ടാട്ടോ. ഹംപിയുടെ ഹിസ്റ്റോറിക്കൽ റിമൈനിങ്സിൽ ക്യൂൻസ് ബാത്ത്, അതാണ് ക്യൂൻസ് ബാത്ത്. അടിപൊളിയായിട്ടില്ലേ, ഇരുട്ടാണ് ഇത്, അടിപൊളിയല്ലേ ഇത്. ഇതാണ് ലോട്ടസ് മഹൽ, പ്രൗഡിയും വിറ്റാല ടെമ്പിളിൻ്റെ എൻട്രൻസ്. ഇതിനോട്ടിലുള്ള അപ്പോൾ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു യാത്ര പോവാണ്, ഹംപി, ബാംഗ്ലൂർ ടു ഹംപി യാത്ര. ഹംപി ഞങ്ങൾ മുമ്പ് പോയിട്ടുണ്ടെങ്കിലും കുറേ കാലങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഹംപിയിലേക്ക് പോണേ. അപ്പോൾ ജസ്റ്റ് ഒരു കാലത്തൊരു 8 മണിയാകുമ്പോൾ ഇവിടെ ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇനി എത്തും എന്നുള്ളത് അറിയില്ല, കുറച്ച് ദൂരമുണ്ട്, ഏകദേശം ഒരു 6-7 മണിക്കൂർ യാത്രയുണ്ട്. ഓൺ ദി വേ ടു ഗോവയാണ് ഹംപി. അപ്പോൾ ഹംപിയിലെ കുറച്ച് ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളും കുറേ ഹിസ്റ്ററിയുള്ള ഓരോ സ്ഥലങ്ങളും പിന്നെ ആനന്ദം സിനിമ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് 2 ദിവസം ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് കാഴ്ചകൾ കണ്ട് അങ്ങോട്ട് പോവാം. നമുക്ക് കുറച്ച് കാലത്ത് ബാംഗ്ലൂരത്തെ ഓൺ ദി വേ ഉള്ള കുറച്ച് മോർണിംഗ് ബാംഗ്ലൂരത്തെ കുറച്ച് കാഴ്ചകളാണ്. നമ്മളൊരു ഫാമിലി ട്രിപ്പാണ്. നമ്മൾ പെങ്ങന്മാരും അളിയന്മാരൊക്കെ കൂടിയിട്ടുള്ള ട്രിപ്പാണ്. ഒരു കാറ് മുന്നിൽ പോകുന്നൊരു കിയ കാറ് കാണുന്നുണ്ട്, അത് നമ്മുടെ തന്നെയാണ്. നമ്മുടെ അളിയനാണ് വണ്ടി ഓടിക്കണേ. പിന്നെ ബാക്കില് ഭക്ഷണം കഴിക്കാൻ നിർത്തിയേക്കാണ്. എല്ലാവരും ഉണ്ട്. ഹെയിലു കാണിച്ചറാ, നീ കുട്ടി ഹായ് കാണിക്കേ. ഡെയിലി കാണിച്ച ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കായിരുന്നു. ജസ്റ്റ് പൂരി കറി, വലിയ ടേസ്റ്റ് ഒന്നുമില്ല, അത് കുഴപ്പമില്ല. വേറെ വഴിയിൽ ഹോട്ടലൊന്നും ഇല്ലാത്ത കാരണം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു ഇടയിൽ വെച്ചിട്ടൊന്ന് വണ്ടി നിർത്തിയതാണ്, ഒന്ന് റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ഫോട്ടോ സെഷനും പരിപാടികളൊക്കെ. ഇവൻ്റെ ഹെയ്നു എൻ്റെ സിസ്റ്ററിൻ്റെ മോനാണ്, അവൻ്റെ 8th ബർത്ത്ഡേ. ഹെയ്നു നോക്കിയടാ, കാറിൻ്റെ മുകളിൽ വെച്ചിട്ട് ചെറിയ ഫോട്ടോഷൂട്ട്. ഫോട്ടോഗ്രാഫർ ഇസ് മൈ വൈഫ്. നമ്മൾ ഏകദേശം ഹംപി എത്താറായിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ വണ്ടി ഒന്ന് നിർത്തി കുറച്ച് കാഴ്ചകൾ. ഇതൊരു റെയിൽവേ ക്രോസ് കിട്ടിയതാണ്, ട്രെയിൻ പോകണ. ഏകദേശം എത്താറായിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള ഒരു സ്ഥലമൊക്കെ എത്താറായിട്ടുണ്ട്. വയ്യാതായി ഓടിച്ചിട്ട്. കുഴപ്പമില്ല, രസമുണ്ട്. റോഡൊക്കെ നല്ല റോഡായ കാരണം വലിയ കുഴപ്പമില്ലാത്ത ഡ്രൈവായിരുന്നു. നമ്മളൊരു വലിയ ഭക്ഷണം കഴിക്കാൻ നിർത്തിയാണ്. ഫുള്ള് കണ്ട ഭക്ഷണം കഴിക്കണ സ്ഥലം നോക്കിയൊക്കെ ആൾക്കാർ ഇതൊക്കെ എടുക്കണ, ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന സെറ്റപ്പാണ്. വീഡിയോ എടുക്കുക. ഹായ്, സൂപ്പർ സെറ്റപ്പ് അല്ലേ ഭക്ഷണം കഴിക്കാൻ. ഫുള്ള് പച്ചപ്പും പിന്നെ അടിപൊളി പാടവും. ഇത് കഴിച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ എടുക്കുക ഓർമ്മ വന്നത്. ഇത് ചിക്കൻ ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞു. കാലൊക്കെ നിർത്തി വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇന്ന് കഴിക്കാം. വേണമെങ്കിൽ നമുക്ക് കഴിച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ കിടന്നുറങ്ങിയിട്ടൊക്കെ പോവാം. നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം, നല്ല ബിരിയാണി. പിന്നെ റിസോർട്ടിൻ്റെ എടുക്കണ്ട റിവർ സൈഡാണ്, അവിടേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. ഞാൻ താമസിക്കുന്ന റിസോർട്ടിൻ്റെ ഒരു ആംബിയൻസ് അടിപൊളി സ്ഥലമാണ്. ഞങ്ങളിത് കാറൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത്. ഹലോ ഗായ്സ്, എല്ലാവരും വരുന്നുണ്ട്. അടിപൊളി റിസോർട്ടാണ്. റിസോർട്ടിൻ്റെ അടുത്തുള്ള പൂളാണ് കണ്ട. അവിടെ അപ്പുറത്തെ ലേക്ക് തുംഗഭദ്ര ലേക്ക്, അതിൻ്റെ പൂള്, പിന്നെ അടിപൊളി വില്ലകൾ. കിടന്ന റിസോർട്ടാട്ടോ. ഹംപിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ കിഡിലൻ സ്പോട്ടാണ്. കാലത്ത് നമ്മൾ എഴുന്നേറ്റ് ജസ്റ്റ് ഒന്ന് ഹംപി എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. റൂമിൻ്റെ കാലത്തെ കാഴ്ച നമ്മൾ ഹംപി എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു കോലത്തിലാണ്. ഉണ്ട്
പിന്നെ ഹംപിയിൽ ഒരു ക്യൂൻസ് ബാത്തും അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് അവിടെ വെച്ചിട്ട് നമുക്ക് സ്റ്റുഡിയോ വുഡ്സ് എന്നാണ് റെസ്റ്റോറൻറ്റ് പേര്. നല്ല അടിപൊളി സെറ്റപ്പാണ്. നിങ്ങൾക്ക് ഹംപിയിൽ വന്നു കഴിഞ്ഞാൽ താമസിക്കാൻ, ഫാമിലിക്ക് താമസിക്കാൻ അടിപൊളിയാണ്. ഹംപി എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഒരു വണ്ടി ഇതാ പോകുന്നു. പോട്ടെ ക്യൂൻസ് ബാത്താ രണ്ടാമത്തെ ലൊക്കേഷൻ അല്ലേ. ഹംപിയുടെ ഗ്രാമീണ വഴികളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ കൃഷി. തുംഗഭദ്ര ലേക്ക് ഇവിടെ അടുത്തായതുകൊണ്ട് ഫുൾ കൃഷിയാണ്. അതിൻ്റെ ഒരു ഹംപിയിലെ ഇത് ഈ ഫുൾ റോക്കിൻ്റെ പരിപാടി, മല കല്ലുകൾ ഇങ്ങനെ അവിടെ ഒരു ഇത് ഫുള്ള് അങ്ങനത്തെ ഉണ്ടാവും. ഇവിടുത്തെ നമ്മൾ പോകാൻ പോകുന്നത് അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് തന്നെയാണ്. അവിടെ പോയിക്കൊണ്ട് ഒരു ഏകദേശം ഒരു 1 hour എടുക്കുന്നതാണ് മാപ്പിൽ കാണിക്കുന്നത്. കാരണം നമ്മൾ ഇതിൻ്റെ റിവറിൻ്റെ ഈ സൈഡിലാണ്, മറ്റേ സൈഡിലാണ് ഈ പറഞ്ഞ റിവൈനിങ്സ് ഒക്കെ ഉള്ളത്. ഉണ്ട് ഹംപിയുടെ റിമൈനിങ്സ് മലകളൊക്കെ കാണണ്ട. സൂപ്പറല്ലേ, അടിപൊളി. ഹംപി ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ട് വരണം കേട്ടോ. ഈ കൃഷ്ണദേവരായരുടെ ഡൈനാസ്റ്റിയും അതൊക്കെ ഇല്ലേ, അത് ശരിക്കും നമ്മൾ പഠിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ മനസ്സിലായി. ഭക്ഷണം കഴിച്ച് ഇറങ്ങുകയാണ്. ഇതാണൊരു നല്ല ഹെറിറ്റേജ് എന്നിട്ട് ഹംപിയിലുള്ള ഒരു കുറച്ച് കോസ്റ്റ്ലിയാണ്, നല്ല കുഴപ്പമില്ല. നല്ല കണ്ടു നിൻ്റെ അടുത്തൂടെ അതിൻ്റെ അടുത്ത് നല്ല അടിപൊളി സെറ്റ് ഇതുള്ള ഒരു ഫുൾ ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരു കിടിലൻ സെറ്റപ്പാണ്. നേരെ ഇനി ഹംപിയുടെ ബാക്കി മെയിൻ ഹംപി കാണാം. നമ്മളിതുവരെ ഹംപി വന്നിട്ട് ഇതുവരെ മെയിൻ ഹംപി കണ്ടിട്ടില്ല. ഇനി ഇത് മെയിൻ ഹംപി കാണാൻ വേണ്ടി നോക്കുക. അപ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ടും കൂടി ഒന്ന് ആയിക്കോട്ടെ. എങ്ങനെയുണ്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്? ഹംപിയുടെ ഹിസ്റ്റോറിക്കൽ റിമൈനിങ്സിൽ ഒന്ന് കയറി ഇറങ്ങിയിട്ട് ചരിത്രത്തിലൂടെ ഒന്ന് വരാം. ഹംപി ഇന്ത്യയിലെ ഏറ്റവും അധികം ഹിസ്റ്റോറിക്കൽ പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ്. മറ്റേ വിജയനഗര പണ്ടത്തെ ഏറ്റവും എന്താ പറയുക, അത്രയും സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും റിച്ച് ആയിട്ടുള്ളൊരു ഡൈനാസ്റ്റി ആയിരുന്നു വിജയനഗര. ഇപ്പോൾ അതൊക്കെ ഫുള്ള് പോയി. അപ്പോൾ അത് നമുക്ക് ചരിത്രം മറ്റേ കൃഷ്ണദേവരായർ ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ചരിത്രം പഠിക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അടിപൊളി. ക്യൂൻസ് ബാത്ത് അതായത് പണ്ടത്തെ ഈ വിജയനഗര രാജ്യത്തിലെ റാണിമാർക്ക് കുളിക്കാൻ വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. ഇതൊക്കെ എത്ര കാലം മുന്നുള്ളതാണെന്ന് അറിയുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു ബ്യൂട്ടി ഉള്ളത്. ക്യൂൻസ് ബാത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് പറയാം. അതാണ് ക്യൂൻസ് ബാത്ത്. ഇത്രയുള്ള ക്യൂൻസ് ബാത്ത്. ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ടൊന്നുമില്ല. ജസ്റ്റ് കണ്ട മെയിൻറ്റെയിൻ ചെയ്തിട്ടൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ പക്ഷേ നല്ല വലിപ്പമുണ്ട് കേട്ടോ. നമ്മൾ പറയില്ലേ ഒരു വീടിൻ്റെ ബാത്റൂം കണ്ടറിയാം ആ വീടിൻ്റെ ഒരു ഇതെന്ന് പറയില്ലേ, അതുപോലെ ഈ കുളിസ്ഥലം കണ്ടു കഴിഞ്ഞാൽ അറിയാം ഈ രാജ്യത്തിൻ്റെ വിജയനഗരത്തിൻ്റെ ആ ഒരു പ്രൗഢി. റോയൽ എൻക്ലോഷർ. The royal enclosure, core of the royal center of Asian cities. This enclosure by lofty walls with 3 openings, 3 light. അതിൻ്റെ മെയിൻ സ്ഥലമായിരുന്നു വിജയനഗരത്തിൻ്റെ മെയിൻ സ്ഥലമായിരുന്നു എന്നാണ് പറയണത്. കൊള്ളാമല്ലേ? ഞാൻ പറഞ്ഞില്ല, ഇത് ഹിസ്റ്ററി അറിയുന്ന ആൾക്കാർക്ക് ഭയങ്കര, അവരൊക്കെ ഇത് 2-3 ദിവസം എടുത്തിട്ടൊക്കെ കണ്ടു കഴിയും. നമ്മളൊക്കെ ആണെങ്കിൽ വെറും ഒരു ദിവസം കൊണ്ട് നമ്മുടെ പരിപാടി, ഒരു ദിവസമല്ല കുറച്ച് സമയം കൊണ്ട് നമ്മുടെ പരിപാടി കഴിയും. ഹംപി വിജയനഗരത്തിൻ്റെ മെയിൻ അട്രാക്ഷനാണ് ആനകൾ. ഇതിൻ്റെ ഇത് പണ്ട് ഞാൻ ആദ്യത്തെ പ്രാവശ്യം വരുമ്പോൾ ഇങ്ങനെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല, നമുക്ക് ഇങ്ങനെ കയറായിരുന്നു. ഇപ്പോൾ അവർ കയറാനുള്ളൊരു വഴിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെ ഡാൻസ് കളിച്ചിട്ടുള്ള നല്ല സ്റ്റെപ്പ് കയറി അടിപൊളിയായിട്ടില്ലേ. ഇപ്പോൾ എല്ലായിടത്തും നിങ്ങൾക്ക് ആനേനെ കൊത്തി വെച്ചാണ്. ആനയുടെ പല പല ഷേപ്പുകൾ കണ്ട. ആനേനെ കൊത്തി വെച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ ചരിത്രം അറിയുന്ന ആൾക്കാർ, ചരിത്രം
എഴുത്തോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടല്ലോ അവർക്ക് ഇത് കണ്ടാൽ ഭയങ്കര വിഷമമാവും. കാരണം ഇതൊക്കെ ഇന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഇതൊക്കെ ഒരു അടിപൊളിയായിട്ടുണ്ടെങ്കിൽ ടൂറിസം തന്നെ നമ്മുടെ നാട്ടിൽ എത്ര ചെയ്യാൻ ഇത് ഇപ്പോൾ തന്നെ ഇതൊരു പ്രോപ്പറായിട്ട് ഒരു ടൂറിസം ഇവർ ചെയ്യുന്നില്ല. എങ്ങനെയുണ്ടെന്നുള്ളത് കുറച്ച് പണിയാണ് കയറാൻ. നോക്കി നോക്കാം, കയറേണ്ടിയിരുന്നില്ലെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. അതെ ഫുള്ള് ഇത് കാണാൻ പറ്റും. നമ്മളിത് അടുത്ത സ്ഥലത്തേക്ക് എത്തി. ഇത് അടുത്തടുത്താട്ടാ. നമുക്കിവിടെ ഈ ആനന്ദം സിനിമയിൽ നമ്മളൊരു ക്ലൂ തപ്പി പോവില്ലേ, ആ ഒരു അസ്ര രാമചന്ദ്ര ടെമ്പിൾ, അതാണ് എൻ്റെ പേര്, അസ്ര രാമചന്ദ്ര ടെമ്പിൾ. നല്ല അടിപൊളി, ഇവിടെ എല്ലാത്തിലും നല്ല അടിപൊളി കൊത്തുപണികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊരു അമ്പലം. ഇരുട്ടാണിത്. അടിപൊളി അടിപൊളി. ഫുൾ കല്ലിലുള്ള കൊത്തുപണികളാണ്ടാ. പില്ലറുകൾ കണ്ടോ, കൊത്തി വെച്ചിട്ടുണ്ട്. ഇതിലെ പില്ലറുകൾ കണ്ടോ, അടിപൊളിയായിട്ടില്ലേ പില്ലറുകൾ. നിങ്ങൾ ഇത് വരുന്നതിനൊക്കെ മുന്നേ ഹംപിനെ കുറിച്ച്, അതായത് വിജയനഗരത്തിനെ കുറിച്ചിട്ട് പഠിച്ചിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമമാവും. കാരണം ഇങ്ങനെ തകർന്ന് കിടക്കണം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും വലിയ റിച്ച് ആയിട്ടുള്ളൊരു ഡൈനാസ്റ്റിയാണ് ഇങ്ങനെ നശിച്ചു പോയെന്നുള്ള ആലോചിച്ച് എനിക്ക് വിഷമം വരും. ഒരു മഴ പിന്നെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ക്യാമറയുടെ ഒരു ഇത് വെച്ചിട്ട് കാണാൻ എളുപ്പമല്ല. കാണുന്നുണ്ടെന്ന് വിചാരിക്കും. ഈ ഒരു സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അടുത്ത സ്ഥലം ബേസ്മെൻറ്റ് ഓഫ് ക്യൂൻസ് പാലസ്. ബേസ്മെൻറ്റ് ഓഫ് ക്യൂൻസ് പാലസ്, അതായത് രാജകുമാരിയുടെ ഒട്ടാരത്തിൻ്റെ തിരുശേഷിപ്പുകൾ. അടിപൊളിയല്ലേ ഇത്? ഓ, ഇതിൻ്റെ ഒരു ഇത് കണ്ട, ഉള്ളിക്കുള്ളി ലോട്ടസ് മഹൽ. ഇതാണ് ലോട്ടസ് മഹൽ. ഇന്ന് നല്ല മഴ വരുന്നുണ്ട്, അതുകൊണ്ട് വലിയ ചൂടില്ല. നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാം. അതുപോലെ ഇതിന് ഹംപി എപ്പോഴും ശ്രദ്ധിക്കുക. നമുക്ക് ഹിസ്റ്ററിയോട് ഒരു ഇഷ്ടം ഉണ്ടാവണം. അല്ലാത്ത ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇതെന്താ കുറേ കല്ലുണ്ട് പാറയുണ്ടല്ലോ എന്ന് മാത്രമേ തോന്നുള്ളൂ. സ്റ്റേബിളിലേക്ക് എത്തി. ഇടയ്ക്ക് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അധികം കണ്ടുവരാത്ത നാടൻ തത്തയില്ലേ, നമ്മൾ പണ്ട് കൂട്ടിലൊക്കെ വളർത്തിയിരുന്നു. ഇപ്പം അത് വളർത്താൻ പാടില്ല. തത്തകൾ അവരെ കൂടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് അറിയില്ല. ഇതാണ് എലിഫൻറ്റ് സ്റ്റേബിൾ. കാണുന്നതാണ് എലിഫൻറ്റ് സ്റ്റേബിൾ. എൻ്റെ ഒരു അകലേന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി കാണുന്നുണ്ടോ? അകലേന്ന് കാണുമ്പോൾ അതിൻ്റെ ഭംഗി കാണുന്നുണ്ടോ? പ്രൗഢിയും നല്ല രസമല്ലേ? ആനേനെ നിർത്താനുള്ള സ്ഥലമാണെന്ന് ആലോചിച്ചൊക്കെ. നാട്ടിൽ മനുഷ്യന്മാർക്ക് നിൽക്കാൻ സ്ഥലമില്ല. അപ്പോഴാണ് ആനേനെ നിർത്താൻ ഇത്രയും വലിയ സ്ഥലം. അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഒരു ആനയ്ക്ക് നിൽക്കാനുള്ള സ്ഥലം ഉണ്ട്. നമ്മുടെ തൊഴുത്തെന്നൊക്കെ പറയില്ലേ, അതന്നെ ആനത്തൊഴുത്ത്. അതന്നെ സംഭവം. ഒരു ആനയ്ക്ക് സിമ്പിളായിട്ട് നിൽക്കാനുള്ള സ്ഥലമല്ലേ? ആവും, ഇതിൻ്റെ ഒരു വലിപ്പം നോക്കി. ആനയെ നിർത്താനുള്ള സ്ഥലമാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അടുത്തെഴുന്നേറ്റിട്ട് കിടക്കണ സമയമാണ്. ഒരു കാര്യം കാണിച്ചോട്ടെ. നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ നിന്നുള്ള വ്യൂ നോക്കി.
കാണുന്നതാണ് ലേക്ക്. നമ്മൾ നേരെ വേറെ പത്തിലാണ് കാണാൻ പറ്റും. അടിപൊളിയല്ലേ? അതിങ്ങനെ വെറുതെ കിടന്നിട്ട് ഇങ്ങനെ ഈ വെള്ളച്ചാട്ടം കൊണ്ടിട്ട് വിറ്റാല ഹോയ്സ് ടെമ്പിളിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ ദൂരം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ വണ്ടിയിലാണ് പോകുന്നത്, ഇലക്ട്രിക് വണ്ടിയിൽ. ഇതൊക്കെ ഓരോ ചെറിയ കുഞ്ഞു കുഞ്ഞമ്പലങ്ങൾ കാണാം ഹംപിയുടെ. അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിറ്റാല ടെമ്പിളിൻ്റെ എൻട്രൻസ് ഇതുവരെ നല്ല തിരക്കുള്ള സ്ഥലത്താണ്. നല്ല രസമായിരിക്കും. വാവ്, മ്യൂസിക്കൽ പില്ലർ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? എല്ലാം ആനന്ദ സിനിമയിൽ കാണിക്കുന്നില്ലേ, ഇതിൻ്റെ മുകളിൽ തട്ടി തട്ടി സൗണ്ട് ഉണ്ടാക്കണത്. അതൊക്കെ ഇവിടെ അധികം കണ്ടിട്ടാ കാണാൻ. ഹംപി നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. കാണാൻ പോകുന്ന ഇത്രയും നല്ല, ഇത്രയും ഒരു ഇതിപ്പോൾ ഇത്രയും നശിച്ചിട്ട് ഇത്ര ബാക്കിയുണ്ട്. ഒരു ആലോചിച്ച് നോക്കിയൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു കല്ലിൻ്റെ രഥം, പിന്നെ ചാരിയ ടെമ്പിൾ എന്നും പറയും ഇതിന്. നാട്ടുകാർക്ക് വരുന്നു, ഫോട്ടോ എടുക്കുന്നു, ഇത് മാത്രമേ ഉള്ളൂ. വലിയ ഹിസ്റ്ററി ഇതൊന്നും ഒരിക്കലും ഇതൊക്കെ കുറവാണ്. ഇത് കണ്ട ഈ നോട്ട് കണ്ട, ഈ നോട്ടിലുള്ള രഥം, ഈ രഥം കണ്ട ആ സെയിം സാധനമാണിത്. ആ രഥമാണ് കാണിക്കുന്നത്. ആ രഥമാണ്, ആ നോട്ടിൽ കാണുന്ന രഥമാണിത്. എങ്ങനെയുണ്ട്? ഇതിൻ്റെ ഒരു റിച്ച്നെസ് കാണുന്നുണ്ടല്ലോ. ഇതിൻ്റെ അടുത്ത് പോയിട്ട് നിന്നിട്ട് ഇതിൻ്റെ ഓരോ കൊത്തുപണികൾ ഇത് കാണണം. വാവ്, നോക്കിയൊക്കെ എൻ്റെ പൊന്നെ, കല്ലുകൊണ്ടാണ് ഈ പരിപാടി മുഴുവൻ. ഒരു സാധനം എക്സ്ട്രാ ഇല്ല, ഒരു സിമെൻറ്റോ ഒരു ഇതോ, അതും ഫുൾ കല്ല്. അപ്പോൾ അതിൻ്റെ ഒരു എൻജിനീയറിങ് വൈദഗ്ധ്യം നോക്കിയൊക്കെ നടന്ന് കണ്ട് ക്ഷീണിച്ചിട്ട് ഇരിക്കുകയാണ്. ഒരുവിധം ക്ഷീണമായി. ഇവിടെ കുറേ എല്ലാം ഒരുവിധം ഈ ആനന്ദ സിനിമ ഇറങ്ങിയ ശേഷം മലയാളികളുടെ ഒരു ഒഴുക്കാണ് ഹംപിയിലേക്ക്. എത്രത്തോളം ആൾക്കാർ എന്ത് ഇൻട്രസ്റ്റ് എടുത്തിട്ട് വരണതെന്നുള്ള ചോദിച്ചാൽ അറിയില്ല. പക്ഷേ കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക്, അമ്പലത്തിനുള്ളിലേക്കാണ് കയറി നോക്കിയത്. എൻ്റെ കവാടങ്ങളെന്നെ നോക്കിയൊക്കെ രണ്ട് ഇരുട്ടായിരിക്കും ഉള്ളിലേക്ക് പോകുന്നു. ഫുൾ ഗൈഡുമാരെല്ലാവരും ചരിത്രം മാത്രം उस समय भगवान നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാം പതുക്കെ പുറത്തേക്ക് ഇറങ്ങാം. ഇറക്കാൻ കൊള്ളാം. അതിന് മറു സൈഡിലേക്ക് എത്തി. തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. എവിടുന്ന് പോണേ? വിറ്റാല ടെമ്പിൾ കണ്ടിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹംപി ട്രിപ്പ് ഏകദേശം കഴിഞ്ഞു. അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുന്നവർക്കൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോകുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.